അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ഈ വാക്യം മെയ്സ് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബട്ട് ഇമിറ്റേറ്റ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബൈ നോ മീൻസ് ഇൻഡൽജ് എനി സെൻഷ്വൽ ഡിസയേഴ്സ് എന്നും, ഗോഡ്സ് വേർഡ് ട്രാൻസ്ലേഷനിൽ ഇൻസ്റ്റെഡ് ലിവ് ലൈക്ക് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഡിഡ് ആൻഡ് ഫോർഗെറ്റ് അബൌട്ട് സാറ്റിസ്ഫൈയിങ് ദ ഡിസയേഴ്സ് ഓഫ് യുവർ സിൻഫുൾ നേച്ചർ എന്നും, ഈ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആൻഡ് ഡോണ്ട് ഒബേ യുവർ ഫ്ലഷ് ആൻഡ് ഇറ്റ്സ് ഡിസയേഴ്സ് എന്നുമാണ്. ചുരുക്കി പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ എന്നത് യേശുക്രിസ്തു ജീവിച്ചതുപോലെ താഴ്മയും വിനയവും ഉള്ളവരായി ജീവിക്കുകയും സകലത്തിലും യേശു തൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശുഷ്കാന്തി ഉള്ളവനായിരുന്നതുപോലെ നാമും യേശുക്രിസ്തു തന്നിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ക്രിസ്തുവിൻ്റെ അനുകാരികളാകുവിൻ എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ എന്ന് പൗലോസ് പറഞ്ഞതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ഇതേ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം നമ്മുടെ ജഡത്തെ അനുസരിച്ച് ജീവിക്കരുത് എന്നാണ്. കാരണം നാം ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയമെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നാം ജീവിക്കും എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് യേശുവിൻ്റെ ആത്മാവിനാൽ നാം നമ്മുടെ ജഡത്തിൻ്റെ അഥവാ ശരീരത്തിൻ്റെ ദുഷിച്ചതും തിന്മ നിറഞ്ഞതും ദൈവം വെറുക്കുന്നതുമായ മോഹം, അത്യാഗ്രഹം, മ്ലേച്ഛതയിലുള്ള ആഗ്രഹം എന്നീ പാപ സ്വഭാവങ്ങളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നാം ജീവിക്കും. അതിനുവേണ്ടി നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നമ്മെ ശുദ്ധീകരിക്കുവാനായി ശുദ്ധിയുള്ളവരാക്കി തീർക്കുവാൻ കഴിയും എന്ന് മനസ്സിലാക്കി യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങി പരിശുദ്ധാത്മാവിനെ അഥവാ യേശുവിൻ്റെ ആത്മാവിനെ പ്രാപിക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാനും യേശുവിൻ്റെ സൗമ്യതയും താഴ്മയും പ്രാപിക്കുവാനും കഴിയൂ. യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ തത്വങ്ങൾ ഉൾക്കൊള്ളുക, അവൻ്റെ മാതൃക അംഗീകരിച്ച് ആ മാതൃക നമ്മുടെ ജീവിത രീതി അഥവാ ലൈഫ് സ്റ്റൈൽ ആക്കുക എന്നും, യേശുവിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്നും അർത്ഥമുണ്ട്. തന്നെയുമല്ല, യേശുവിനെ പോലെ ആകുക അഥവാ യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുകയും യേശുവിനെ പോലെ അനുകമ്പ ഉള്ളവരായി തീരുകയും ചെയ്യുക എന്നെല്ലാം യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. യേശു ക്രിസ്തുവിനെ ധരിച്ചാൽ നാം ക്രിസ്തുവിൻ്റെ അകത്തായി തീരും. പിന്നെ നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെയാണ് അഥവാ യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. ക്രിസ്തുവിനെ ധരിച്ച ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് കയ്പായിരിക്കുവാനോ, മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുവാനോ, മറ്റുള്ളവരെ വഞ്ചിക്കുവാനോ കഴിയുകയില്ല. ക്രിസ്തുവിനെ ധരിച്ച ഒരു വ്യക്തിക്ക് അശുദ്ധമായതിൽ താല്പര്യം കാണിക്കുവാനോ, മ്ലേച്ഛതയിൽ രസിക്കുവാനോ, വ്യർത്ഥ കാര്യങ്ങളിൽ സമയം പോക്കുവാനോ, മദ്യം കഴിക്കുവാനോ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാനോ, പുകവലിക്കുവാനോ, നുണ പറയുവാനോ, വിഗ്രഹത്തെ ആരാധിക്കുവാനോ, മരിച്ചവരോട് പ്രാർത്ഥിക്കുവാനോ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ കഴിയുകയില്ല. യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന അഥവാ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിക്കുന്ന വ്യക്തിക്ക് ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും ഫോട്ടോയോ വിഗ്രഹങ്ങളോ ഉണ്ടാക്കുവാനോ വണങ്ങുവാനോ കഴിയുകയില്ല.
അവർക്ക് മുഹൂർത്തം നോക്കുവാനോ ആഭിചാരം ചെയ്യുവാനോ കഴിയുകയില്ല. എന്ന് തന്നെയല്ല, മന്ത്രവാദികളുടെ അടുക്കിലേക്ക് പോകുവാനും കഴിയുകയില്ല. കാരണം ഇതെല്ലാം യേശു വെറുക്കുന്ന പാപവും ബൈബിളിൽ വ്യക്തമായി നിരോധിച്ചിട്ടുള്ളതുമാകുന്നു. നാം യേശുവിനെ മാതൃകയാക്കി അവൻ്റെ ഉപദേശപ്രകാരം ജീവിച്ചാൽ സാത്താൻ്റെ കെണിയിൽപ്പെട്ട് നിത്യനരകത്തിൽ വീഴാതെ ജീവിക്കുവാനും സമാധാന പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തുവിനോടൊത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനും മരണശേഷം നിത്യജീവൻ അവകാശമാക്കുവാനും സാധിക്കും. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ അഥവാ യേശുവിനെ അനുസരിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ നമുക്ക് യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊണ്ട് അഥവാ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് യേശുവിനെ നമ്മുടെ വഴികാട്ടിയാക്കിക്കൊണ്ട് യേശു ജീവിച്ചതുപോലെ സൗമ്യതയും താഴ്മയും ഉള്ളവരായി ജീവിക്കാം. യേശു കാണിച്ചു തന്ന നല്ല മാതൃക നമുക്ക് പിന്തുടരാം. എല്ലാവരോടും ക്ഷമിക്കുകയും എല്ലാവരോടും കരുണ കാണിക്കുകയും ചെയ്ത് നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമുക്കും സൽഗുണപൂർണരായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള നല്ല മാതൃക പിന്തുടരുവാൻ വേണ്ട കൃപ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ ഞങ്ങൾക്കും അങ്ങയുടെ സൗമ്യതയും താഴ്മയും തരയണമേ. അങ്ങ് സകല വ്യക്തികളെ സ്നേഹിക്കുന്നവനാകയാൽ അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് അങ്ങ് പകർന്നു തരയണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് സ്ഥലവും വീടും കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. ഞങ്ങളെ കുഞ്ഞുങ്ങളങ്ങ് വളർത്തണമേ. ദുഷ്ടന് കെണിയിൽപ്പെടാതെ കുഞ്ഞുങ്ങളെയും യൗവനക്കാരത്തികളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.